മൂദേവി കുറച്ചങ്ങ് മാറി നിന്നേ. മൂദേവിന്നോ? മൂദേവി എന്ന് വെച്ചാ മൂ എന്ന് പറഞ്ഞാ കുറച്ചങ്ങ് നീങ്ങി നിൽക്കുക. ദേവി എന്ന് വെച്ചാ ദേവിയേ, മോളല്ലേ ഇവിടുത്തെ ദേവി. അവിടെ നിന്നേ. നിങ്ങൾ എന്റെ ഫ്രണ്ട് രേഷ്മയെ വിളിക്കാറുണ്ടല്ലേ? രേഷ്മേനെയോ? ഞാനോ? ദേ എന്റെ ഫോൺ നോക്കിയേ, ഞാൻ എപ്പോഴാണ് രേഷ്മ വിളിച്ചേക്കുന്നത്? അത് എന്റെ ഫോൺ, ഇത് നിങ്ങളുടെ ഫോൺ. ഇന്നലെ 10 പ്രാവശ്യം, മിനിയാന്ന് 15 പ്രാവശ്യം, അതിനു മുന്നേ ദിവസം 12 പ്രാവശ്യം. നിങ്ങൾ എന്നെക്കാളും കൂടുതൽ രേഷ്മയെ വിളിക്കാറല്ലേ? സത്യം പറ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ രേഷ്മയെ വിളിക്കുന്നത് എന്ന് എനിക്കറിയണം. റിജി, രേഷ്മയ്ക്ക് ഹാർട്ടിന് 2 ബ്ലോക്കും കുറച്ച് കാർഡിയാക് പ്രോബ്ലംസും ഉണ്ട്. ലേറ്റസ്റ്റ് ഇറങ്ങിയ സ്റ്റഡി പ്രകാരം വൈഫ് ഹസ്ബൻഡായിട്ട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ 50% കാർഡിയാക് പ്രോബ്ലംസ് മാറുമെന്ന. അതിന് രേഷ്മയുടെ ഹസ്ബൻഡിനെ അല്ലേ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാ വിളിക്കുന്നേ? രേഷ്മയുടെ ഹസ്ബൻഡ് ഭയങ്കര തിരക്കാ. അതിനകത്ത് ഹസ്ബൻഡിനെ വിളിച്ചാൽ മതിയെന്ന സ്വന്തം എഴുതിയിട്ടില്ല സ്റ്റഡിക്കകത്ത്. റിജി, രേഷ്മ നിന്റെ കൂട്ടുകാരിയാ. അതിന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാ ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. രേഷ്മ എന്നെ വിളിക്കും, ഞാൻ രേഷ്മയെ വിളിക്കും. എന്തിനു വേണ്ടിയിട്ടാ? നിനക്ക് വേണ്ടിയിട്ട്, നിന്റെ കൂട്ടുകാരിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? സോറി നെത്തെ, എനിക്ക് ഈ കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. നിങ്ങൾ ചെയ്താ നല്ലത്. എന്റെ കൂട്ടുകാരിയുടെ ജീവനാ എനിക്ക് വലുത്. സത്യമല്ലേ? അതുകൊണ്ട് ഇനിയും ഞാൻ രേഷ്മയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോട്ടെ, കുഴപ്പമുണ്ടോ?